ചങ്ങാതിമാർക്കെല്ലാം ഒരു കിടുക്കാച്ചി നമസ്കാരം ഇരിക്കട്ടെ. ഇന്ന് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഡാൻസറാണ് കേട്ടോ, റംസാൻ. റംസാനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പുള്ളിക്കൊരു കിടുക്കാച്ചി ഒരു ഐറ്റമായി നമ്മൾ കൊടുത്തത്. പുള്ളിയെ കഴിച്ചിട്ടെങ്കിൽ ഞെട്ടിപ്പോയി കേട്ടോ. അപ്പോൾ ഇവൻ ഉണ്ടാക്കുന്ന ആദ്യം നമുക്ക് കാണാം. ദേ നല്ല സൂപ്പർ മത്തി എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക, നല്ല ക്ലീനാക്കി വെച്ചിരിക്കുക. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടെ കഴുകുക കേട്ടോ. ദേ ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവനത് ഇതുപോലെ കൈകൊണ്ടൊന്ന് ഇളക്കി നല്ല വൃത്തിയാക്കി കഴുകിയെടുക്കുക. 2, 3, 4 പ്രാവശ്യം കഴുകിയെടുത്തു. കഴുകിയെടുത്ത ശേഷം വേറൊരു ബൗളെടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കണ്ടോ, ശേഷം കാശ്മീരി ചില്ലി പൗഡർ ദേ ഇതുപോലെ അങ്ങ് വാരി വിതറുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് സ്നേഹത്തോടെ ഉപ്പങ്ങ് വാരി വിതറിക്കോ. എന്നിട്ട് ഇച്ചിരി ലെമൺ ജ്യൂസ്, വെളിച്ചെണ്ണയും ദേ ഇതുപോലെ ഇങ്ങിട്ട് കൊടുക്കുക. എന്നിട്ടൊരു സ്പൂണ് വെച്ചോ കൈ വെച്ചോ നല്ലോണം അങ്ങ് മിക്സ് ചെയ്തോ. ഈവൻ മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ലോണം അങ്ങ് മസാല ദേ ഇതുപോലെ പിടിക്കണം. പിടിച്ചൊരു ടേസ്റ്റ് ചെയ്ത് നോക്കണം, വേറെ ലെവൽ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ മസാല ഇരിക്കണം. കണ്ടില്ലേ? ദേ ഇതുപോലെ റെഡിയായ ശേഷം നമ്മൾ നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയിലേക്ക് മസാലയിട്ട് വാരി അങ്ങ് പൊത്തുക. എന്നിട്ട് ഇതേ ഇതിലേക്ക് അങ്ങ് തേച്ച് പിടിപ്പിക്കുക. ഇതുപോലെ നല്ല രീതിയിൽ അങ്ങ് തേച്ച് പിടിപ്പിച്ചോ. മത്തിയുടെ എല്ലായിടത്തും നല്ല രീതിയിൽ അങ്ങ് ഇരിക്കട്ടെ. കണ്ടില്ലേ? ശേഷം ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ സ്നേഹത്തോടെ അങ്ങ് വാരി വിതറിക്കും. എന്നിട്ട് അവനെയും നല്ല രീതിയിൽ അങ്ങ് തേച്ച് പിടിപ്പിക്കുക. കണ്ടോ? ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് ചങ്ങാതിമാർക്ക്. കണ്ടില്ലേ? ഇതുപോലെ മസാല പിടിപ്പിക്കുക. ശേഷം ഒരു പാൻ എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായ ശേഷം ദേ ഇതുപോലെ മത്തി അടുക്കി 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 അങ്ങ് വെച്ച് ഗ്രില്ല് ചെയ്യുക. പാൻ ഗ്രില്ലോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രില്ല് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങ് ഗ്രില്ല് ചെയ്തു. ഓവറായി ഗ്രില്ല് ചെയ്യല്ലേ, സോഫ്റ്റ് ഗ്രില്ലിങ് ആയിരിക്കണം. മീനായതുകൊണ്ട് പെട്ടെന്ന് വേവ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് ഒരു സൈഡ് ലൈറ്റായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ അങ്ങ് മറിച്ചിടുക. പൊടിയാതെ നോക്കണം കേട്ടോ, പൊടിഞ്ഞു പോയാൽ എല്ലാം തീരും. പൊടിയാതെ സ്ലോ മോഷനിൽ ദേ ഇതുപോലെ മറിച്ചിടുക. ഇവനൊന്ന് വെന്ത് ഓൾമോസ്റ്റ് ആകുമ്പോഴേക്ക് നമുക്ക് ദേ അടുത്ത തീ പിടിപ്പിക്കുക. ഒരു പാൻ ഇതുപോലെ വെക്കുക. ശുദ്ധമായ വെളിച്ചെണ്ണ ഇങ്ങനെ വാരി ഒഴിക്കുക. ഒഴിച്ച ശേഷം അതിലേക്ക് ഇച്ചിരി വെളുത്തുള്ളി, ഇഞ്ചി ഇത് നീളത്തിലരിഞ്ഞ് വേണം കേട്ടോ, നീളത്തിലരിഞ്ഞ് പച്ചമുളക് എരിവിന് വേണ്ടി. എന്നിട്ട് ഇവനെ അങ്ങ് വാട്ടിയെടുക്കുക. ദേ ഇതുപോലെ അങ്ങ് വാട്ടിക്കും, ഒന്നും നോക്കണ്ട. ഇവൻ ഏകദേശം വാടി വരുമ്പോഴേക്ക് അതിലേക്ക് ചെറുള്ളി ദേ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. ചെറുള്ളിയും ഇതിൻ്റെ അകത്തിട്ട് അങ്ങ് വാട്ടുക. നല്ല രീതിയിൽ അങ്ങ് വാട്ടിക്കും. ദേ ഇതുപോലെ സ്ലോ മോഷനിലൊരു മറി, ഒരു തിരി. വീട്ടിലൊക്കെ ചെയ്ത് നോക്കണം. ഞാൻ കുറേ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടോ? ഇത് മറിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അപ്പുറത്തും ഇപ്പുറത്തൊന്നും പോകരുത് കേട്ടോ, പാത്രത്തിൽ തന്നെ വീഴണം. എന്നിട്ട് ദേ ഇതുപോലെ കളറാവണം, ഒരു ഗോൾഡൻ കളറാവുന്നവരെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കുക. കണ്ടില്ലേ? ശേഷം ഇതിലേക്ക് ദേ ചില്ലി പൗഡർ, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇത്ര ഇട്ട ശേഷം ഒരു ഇച്ചിരി ഉപ്പും കൂടെ വാരിയും വിതറുക. എന്നിട്ട് ഇവനെയും ഒന്ന് വേവിച്ചെടുക്കുക. കാരണം ആ പച്ചക്കുത്തലങ്ങളുണ്ടല്ലോ അതങ്ങ് മാറാൻ വേണ്ടി. എന്നിട്ട് ഇവനെ വെന്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട ശേഷം നിങ്ങൾ പേടിക്കണ്ട, ഇവനങ്ങ് കരിയത്തില്ല. തക്കാളിയും കൂടെ ഇട്ട് കഴിയുമ്പോൾ ഒരു ജ്യൂസി ലെവലിലാവും. എന്നിട്ട് അതിലേക്ക് കരിവേപ്പില സ്നേഹത്തോടെ ഇങ്ങിട്ട് കൊടുക്കുക. സ്നേഹത്തോടെ കരിവേപ്പില ഇട്ട് ഇവനെ അങ്ങ് റോസ്റ്റായി കഴിയുമ്പോൾ ഒരു ഇച്ചിരി വെള്ളം അങ്ങ് ഒഴിച്ചു. വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴേക്ക് ഇവനൊരു കുഴമ്പ് രൂപത്തിൽ മസാല ഇങ്ങനെ ആയി കിട്ടും. അപ്പോൾ ആ മസാലയും അവനും എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ അങ്ങ് വെന്ത് നല്ല സൂപ്പറായിട്ടിരിക്കുന്ന കാണാം. ഇതേ കണ്ടില്ലേ? ശേഷം കുറച്ച് വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഒരു കുഴമ്പ് രൂപത്തിലാക്കുക ആകുന്ന കാണാൻ പറ്റും. എന്നിട്ട് അതിലേക്ക് ദേ ഇതുപോലെ വാളംപുളി സ്നേഹത്തോടെ ഒഴിച്ചു കൊടുത്തു. കാരണം പുളി വേണം ഇതിന്. എന്നിട്ട് അവൻ റോസ്റ്റായി കഴിയുമ്പോൾ ദേ തേങ്ങാപ്പാൽ, നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ദേ ഇതുപോലെ മിക്സ് ചെയ്യുക. കണ്ടില്ലേ? ഇപ്പോൾ ദൈവൻ്റെ മണം സ്മെല്ല് വേറെ ലെവലാണ് ചങ്ങാതിമാരെ. ശേഷം നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി എടുത്ത് ഇതിലേക്കൊരു മറിച്ചിട്ട്
പയ്യെ സ്ലോ മോഷനിൽ ഇവനെ ഇങ്ങ് തിരിക്കുക. കാരണം എന്താണെന്ന് പറയാം, മസാല മൊത്തം മത്തിയെ പിടിക്കണം. മത്തി പൊടിയും ചെയ്യരുത്. പൊടിയാതെ സ്ലോ മോഷനിൽ വേണം ഈ സംഭവം ചെയ്യാൻ. ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്യാൻ കേട്ടോ, അല്ലെ എല്ലാം കൂടെ പൊടിഞ്ഞൊരു പരുവായി പോകും. പിന്നെ എന്നെ ഇടിക്കാൻ വരില്ല. ശേഷം വാട്ടിയൊരു വാഴയിലെടുക്കുക. ആ വാഴയിലേക്ക് മത്തി ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് മസാല ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. കണ്ടില്ലേ? എന്നിട്ട് കുറച്ച് തേങ്ങാപ്പാൽ മുകളിൽ കൂടെ ഒഴിച്ച് വെക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് പൊതിയുക വാഴയിലയിൽ. കണ്ടില്ലേ? ഇങ്ങനെ 4ആയിട്ട് 3ആയിട്ടൊക്കെ പൊതിഞ്ഞ് ഒരു സൈഡിലേക്ക് വെക്കുക. അടുത്ത വാഴയിലും ഇതുപോലെ എടുക്കുക. അതിലേക്ക് മത്തി തേക്കുക. കുറച്ച് മസാല അങ്ങ് തേച്ച് പിടിപ്പിക്കുക. മസാല തേച്ച് പിടിച്ച ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം ഇതുപോലെ തന്നെ മടക്കുക. കണ്ടില്ലേ? അപ്പോഴേക്ക് നമുക്കൊരു പാൻ ഇതുപോലെ ചൂടാക്കുക. അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം ഇവനെ ഇതിലിട്ട് ഇങ്ങനെ ഗ്രില്ല് ചെയ്യുക. അപ്പം നമ്മുടെ ഈ മീൻ ഇലപ്പൊതി ഏകദേശം റെഡിയാവും. അപ്പോൾ ശേഷം ഒന്ന് അടച്ച് വെച്ചൊന്ന് സ്റ്റീമും കൂടെ പിടിപ്പിക്കുക. അപ്പോൾ ആവിയൊക്കെ അകത്തേക്ക് വന്ന് കഴിയുമ്പോഴേക്ക് തുറന്ന് കഴിയുമ്പോഴേക്ക് ഒരു സ്മെല്ല് ഒരു രക്ഷയുണ്ടാവില്ല ചങ്ങാതിമാരെ. ഇപ്പം തന്നെ നമുക്കൊരു പിടുത്തം പിടിക്കാൻ തോന്നും. അതുപോലെ സ്മെല്ലാണ് വരുന്നത്. ഇതിൻ്റെ കൊതി വന്നിട്ടൊരു രക്ഷയില്ല. ഞാൻ തന്നെ ചാടിക്കയറി ഒരെണ്ണം പിടിച്ച് കഴിച്ചാലോ എന്ന് ചിന്തിച്ച് പോയി. പിന്നീട് ഒന്ന് മൂടി വെക്കുക. ഇതുപോലെ തുറന്ന് ആവിയൊക്കെ വന്ന് കഴിയുമ്പോഴേക്ക് ആ വാഴയിലെയും മത്തിയിലൊക്കെ സ്മെല്ല് വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ കൊതി വരുന്നുണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഒന്നും നോക്കട്ടെ, ഇത് പ്ലേറ്റിലേക്ക് ഇതുപോലെ അങ്ങ് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്ത ശേഷം ഇത് നമുക്ക് റംസാന് കൊടുക്കാൻ വേണ്ടിയുള്ളതാണല്ലോ. പുള്ളി അവിടെ കൊതി മുട്ടിയിരിക്കുക. പുള്ളിക്ക് നല്ല നൂൽ പൊറോട്ടയും ഒക്കെ സെറ്റാക്കി നമ്മൾ വെച്ച് നേരെ ടേബിളിലേക്ക് വിടുക. നേരെ നമ്മൾ കൊണ്ട് ചങ്ങാതി ഫ്രണ്ടിലേക്ക് വെച്ചു. ചങ്ങാതി ചാടിക്കയറി ഒരു പീസ് എടുത്തു. കണ്ടില്ലേ? ഇത് എടുത്തിട്ട് ചങ്ങാതി കഴിക്കാൻ വേണ്ടി ഒരു പിടുത്തങ്ങ് പിടിക്കുക. ചങ്ങാതി അഭിപ്രായം 1.5 അഭിപ്രായം കേട്ടോ, നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ. കഴിച്ച ശേഷം പുള്ളി കിളി പോയി. അപ്പം ഇതുപോലെയുള്ള നല്ല നല്ല കിടുക്കാച്ചി വീഡിയോകൾ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും നല്ല നല്ല കമൻ്റ് ഇടാനും അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ ചങ്ങാതിയോട് ഒരു കിടുക്കാച്ചി ഡാൻസും കൂടെ കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്കറിയാവുന്ന പണി നമ്മളങ്ങ് ചെയ്താൽ മതി ഇതിനെ. അപ്പം സ്നേഹത്തോടെ കഴിക്കൂ കഴിച്ചോണ്ടിരിക്കും.